നമുക്ക് ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നയനയോട് മൂർത്തി മുത്തശ്ശനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഇത്രയും നാളും തനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ആ മോളോടും ആദർശനോടും ഒരകലം പാലിച്ചിരുന്നേ. ഒരുപക്ഷെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് താൻ കാണിച്ച കള്ളത്തരങ്ങളൊക്കെ മൂർത്തി മുത്തശ്ശൻ പറയുമ്പോഴത്തേനും നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഒടുവിൽ നയന സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. മുത്തശ്ശൻ ഇപ്പോഴും തങ്ങളോട് സ്നേഹം തന്നെയാണ്, പക്ഷെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടാ. പിന്നീട് മുത്തശ്ശന് നയന പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് ആദർശം അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവന് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള ആ ഒരു ഊർജം പോകും. അത് വേണ്ട, അവൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ. എന്നോടുള്ള വാശി കൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും. എന്നിട്ടും അവന് അനന്തപുരിയിലേക്ക് കയറുള്ളൂ. എന്നെ വെല്ലുവിളിച്ചിട്ട് പോയേക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. നയനയ്ക്കത് സമ്മതമായിരുന്നു. അങ്ങനെ തിരികെ പോരുന്ന വഴിക്ക് നയന എലിസബത്തിനോട് പറഞ്ഞു, എന്നാലും എലിസബത്ത് ആന്റി ഇത്രയും നാളും എന്നോട് പോലും ഇത് മറച്ചു വെച്ചല്ലോ എന്ന് പറഞ്ഞു. എലിസബത്ത് ആന്റിയെ കൂട്ടിക്കൊണ്ടു വന്ന മുത്തശ്ശനാന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മൂർത്തി സാറിന് എനിക്ക് പണ്ട് മുതലേ അറിയാം. എൻ്റെ ചെറുപ്പം മുതലേ, എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് അറിയാവുന്ന, അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു മൂർത്തി സാറ്. പിന്നെ മൂർത്തി സാറിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ മോളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് ഞാൻ ഇപ്പോഴും നിർവഹിക്കുന്നേ. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ലെങ്കിലും മുത്തശ്ശനാണ് ആ കുടുംബത്തിന് നെടുന്തൂണ്. പിന്നെ അറിയാലോ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ നയന എലിസബത്തിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും എലിസബത്ത് പറഞ്ഞു, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത് മൂർത്തി സാറ് പറയാറുണ്ട്. ഈ പറയുന്ന അബിയെക്കുറിച്ചും ജലജയെക്കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നവ്യ വന്നു കഴിയുമ്പോൾ പോലും ആദർശ് സാറ് നവ്യ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കഴിക്കില്ലെന്ന് പറയുന്നത്. ഞങ്ങളും തടയുന്ന അതുകൊണ്ടാണ്. നവ്യ വരുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അന്ന് വന്നപ്പോൾ പോലും മോളെ എതിർത്തോ, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. നയന പറഞ്ഞു, ശരി ചേച്ചി, പക്ഷെ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും എൻ്റെ ചേച്ചിയല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ആ എതിർപ്പ് കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു പക്ഷെ ചേച്ചിക്ക് എന്നോട് സ്നേഹം കാണൂല്ല, ആദർശ് എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ചേച്ചി അങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. എലിസബത്ത് പറഞ്ഞു, എത്രയാണല്ലോ ശരി, ഇനിയിപ്പം ചേച്ചി അനിയത്തി ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല. എന്തെങ്കിലും വൈരാഗ്യം അവർ മനസ്സിലിട്ടോണോ കാണാൻ വരുന്നതെന്ന്. ഇനി എന്തായാലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നവീൻ നന്ദുവിനെ കാണാനായിട്ട് നന്ദുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദു എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് കനക നന്ദുവിന് വിവാഹകാര്യത്തെ കുറിച്ചൊക്കെ പറയണം. ഒരു നല്ല ആലോചന വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണമെന്ന മോനെ ഞങ്ങളുടെ ആഗ്രഹം. ഇതുവരെയായിട്ട് നല്ലൊരു ആലോചന വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നവീൻ പറഞ്ഞു, അതുപോലെ തന്നെയാ എൻ്റെ വീട്ടിലെ അവസ്ഥ. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വിവാഹം നടത്തണം എന്നൊക്കെ കരുതിയിട്ട് അവരിയ്ക്കണേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് നന്ദുവിന്റെ വരവ്. അങ്ങനെ നന്ദു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവീനും നന്ദു കുറെ സമയം സംസാരിച്ചിരിക്കുന്നുണ്ട്. അത് കനയ്ക്കും ഗോവിന്ദന്റെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കനയ്ക്ക് തോന്നി നവീനുമായിട്ട് നല്ല ജോഡിയാണല്ലോ നന്ദു. ഒരുപക്ഷെ നവീന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷെ നവീന് 2-3 വട്ടം പറയാനായിട്ട് ഒഴുങ്ങിയതാ നന്ദുവിന്റെ കാര്യങ്ങളൊക്കെ. ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നന്ദുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നേ. ഇങ്ങനെ മറച്ചു വെക്കുന്നിടത്തോളം അത് തനിക്ക് പ്രയോജനം ചെയ്യില്ല എന്നുള്ള കാര്യം അവനറിയാം. കാരണം ഇനി മുന്നോട്ട് പോകുന്നിടത്തോളം തനിക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേങ്കിൽ അനിയുടെ വിവാഹമോചനം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും വെറുതെ ഇരിക്കില്ല. നന്ദുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പ് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്നൊക്കെ കരുതിയിട്ടും കൂടെയാണ് നവീൻ വന്നത്. പക്ഷെ അന്ന് എന്തായാലും നവീന് കാര്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നവീനെ ആ ഒരു രീതിക്കായിരുന്നല്ലോ നന്ദു കാണുന്നേ. ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ല ഫ്രണ്ട്, അങ്ങനെ മാത്രമാണ് കരുതിയിരിക്കുന്നത്. നവീന സംസാരിച്ചത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ നന്ദുനോട് പറയണം എന്ന് കരുതിയിരുന്നിട്ടും നന്ദുനോട് അന്നത് പറയാനായിട്ട് സാധിച്ചില്ല. എന്നാലും തനിക്കൊരു അവസരം കിട്ടും, താനത് പറയും. ഒരു പക്ഷേങ്കിൽ നന്ദുവിന്റെ വീട്ടുകാർക്ക് എതിർപ്പൊന്നും കാണത്തില്ല എന്നുള്ള കാര്യം നവീന് മനസ്സിലായി. അവർക്ക് തന്നോട് നല്ല സ്നേഹമാണ്. ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിന്തയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, ആദ്യം ഇവരോട് സംസാരിച്ചാലോ എന്ന് പോലും നവീനെ ആലോചിച്ചു. പിന്നീട് ഓർത്തു, നേരിട്ട് എങ്ങനെയാ പറയുന്നത്, ആരെ കൊണ്ടേലും പറയിപ്പിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നവീൻ പോകുന്നത്. അതേ സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെസ്സേജ് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു അലേർട്ടായി. അങ്ങനെ നന്ദു എന്ത് ചെയ്തു, കള്ളക്കടത്ത് സ്വർണം പിടികൂടാനായിട്ട് പോവാണ്. അപ്പൊ ഇതിനു മുമ്പ് ഏൺ ജ്വല്ലറിക്കാരുടെ ജ്വല്ലറിലേക്ക് കൊണ്ടുവന്ന കുറെ കള്ളക്കടത്ത് സ്വർണം കാര്യങ്ങളും കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഡ്രൈവറെ പിടികൂടാൻ പറ്റിയില്ല. പിന്നീട് അയാളെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പക്ഷെ നന്ദുവിന് ഇത്തവണ ഒരു
കാര്യത്തിൽ ഇതുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഈ തവണ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഡ്രൈവർ ആരെങ്കിലും കിട്ടിയാൽ പിടികൂടണം. ഈ കള്ളക്കടത്ത് സ്വർണ്ണം എവിടുന്ന് എങ്ങനെയാ വരുന്നതെന്നൊക്കെ അറിയണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് നന്ദു അതിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇത്തവണ രക്ഷപ്പെടല്ല. ഒരു പക്ഷേ എൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാ എന്താന്നൊക്കെ അറിയണം. അങ്ങനെ ഒടുവിൽ നന്ദു ആ കള്ളക്കടത്ത് സ്വർണം പിടികൂടുന്നുണ്ട്. പിടികൂടി ഡ്രൈവറേയും കിട്ടുവാണ് നന്ദുവിന്റെ കയ്യിലേക്ക്. കാരണം ഇതിനു മുമ്പത്തെ ഡ്രൈവർ അയാളെ പിടികൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ കിട്ടി. പക്ഷെ അയാളെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അയാൾക്കൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ലെന്നാ പറയണേ. ഇത് ആരാണ് ഏൽപ്പിച്ചെന്നോ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിൽക്കുകയാണ്. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷേങ്കിൽ ഇത് പിടികൂടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉടമസ്ഥന്മാർ വെറുതെ ഇരിക്കില്ലെന്ന് നന്ദുവിനും അറിയായിരുന്നു. നാഗേന്ദ്രനൊക്കെ കിട്ടിയ രണ്ടാമത്തെ വലിയ അടിയായിരുന്നത്. നാഗേന്ദ്രനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. ഡേവിഡിനെ വിളിച്ചിട്ട് നാഗേന്ദ്രൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വിവരങ്ങളൊക്കെ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇനിയിപ്പം അവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. ആ നന്ദു എന്ന് പറയുന്നവളെ അവളെ അങ്ങോട്ട് തീർക്കണം. എത്രയും പെട്ടെന്ന് അവൾ തീരണം. അല്ലെങ്കിൽ അവൾ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. എന്താ വേണ്ടത്, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഡേവിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡേവിഡ് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറഞ്ഞു. നന്ദുവിനെ തീർക്കാനായിട്ട് പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ അവർ തയ്യാറാക്കുവാണ്. ഈ സമയത്ത് കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ പിടികൂടി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിക്കും അവന്തിക്കും വല്ലാത്തൊരു ടെൻഷനായി. പിന്നീട് അവര് വീട്ടില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നവ്യ വന്ന് അവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും സംസാരിക്കുന്ന നവ്യ മറിഞ്ഞെന്ന് കേൾക്കണം. അപ്പോഴാണ് നവ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. അവന്തിയൊക്കെ പുറമെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ മുഖംമൂടിയാണ്. അബിയുമായിട്ട് കമ്പനിയാണ് താനും. അവൾക്കും അബിക്കും എൻ ജ്വല്ലറിയുമായിട്ട് എന്തോ ഒരു ബന്ധമാണെന്നുള്ള ചെറിയ ക്ലോസും കാര്യങ്ങളൊക്കെ നവ്യക്ക് കിട്ടുന്നുണ്ട്. ഓഹോ, അപ്പൊ എല്ലാവരുടെയും കണ്ണി പൊടിയിടാനായിട്ട് ഇവിടെ തന്നോടും അതുപോലെ തന്നെ അബിയോടും ഒക്കെ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവന്തിക. പക്ഷെ ഇതൊന്നും അല്ല സത്യാവസ്ഥ. ചേട്ടനും അനുജയത്തേലും ഒന്നിച്ചാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ശത്രുക്കളെ പോലെ പെരുമാറുന്ന കാര്യം മനസ്സിലായി. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ കിട്ടി. നന്ദുവിന്റെ ജീവൻ അപകടത്തിലാന്നുള്ള കാര്യം അവരുടെ സംസാരത്തിൽ നിന്നും നന്ദുവിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു മനസ്സിലായി. പിന്നെ നവ്യ എന്ത് ചെയ്തു, ആദർശിന് ഫോൺ മെസ്സേജ് അയക്കുന്നുണ്ട്. അതും മെസ്സേജ് അയക്കുന്ന നവ്യയുടെ കൂട്ടുകാരിയെ കൊണ്ട് നമിതയെ കൊണ്ടാണ് അയപ്പിക്കുന്നത്. നന്ദുവിന് ആപത്ത് സംഭവിക്കുന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നമിത ആദർശിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഞെട്ടിപ്പോയി. കാരണം ഇതിനു മുമ്പ് തനിക്ക് വന്ന മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. അങ്ങനെ ഒടുവിൽ ആദർശ് നന്ദുവിനെ പോയി കാണുന്നുണ്ട്. നന്ദുവിനോട് സൂക്ഷിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് കേട്ടിപ്പോ നന്ദു അത് തള്ളിക്കളഞ്ഞു. ആദർശേട്ടാ, ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതല്ല നന്ദു, ഒരു പക്ഷേങ്കില് ഇപ്പൊ നീ പിടികൂടിയിരിക്കുന്ന കള്ളക്കടത്ത് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബേസില് ചിലപ്പോൾ നിന്നെ ഇല്ലാതാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരിക്കും. എന്താണെങ്കിലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാൻ വഴിയില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ നീ ജോലിക്ക് പോലും പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നന്ദു അത് കൂട്ടാക്കിയില്ല. നന്ദു പറഞ്ഞു, ആദർശേട്ടാ, അങ്ങനെ നമുക്ക് പേടിച്ച് മാളത്തിൽ ഒളിച്ചുകൂടെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആദർശേട്ടൻ അറിയാലോ, ഇപ്പൊ തന്നെ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥകളൊക്കെ കണ്ടുപിടിക്കണം. എൻ ജ്വല്ലറിയുടെ പിന്നിൽ ആരാ ഉള്ളതെന്ന് അതിനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ. അവരെ വെറുതെ വിടാനും പോകുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആദർശനും എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് നന്ദുവിന് നാഗേന്ദ്രനെ കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അന്നൊരു ദിവസം നന്ദു മോഡേൺ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ അവിടുന്ന് ഒരു മാസ്ക് ഒക്കെ വെച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ രക്ഷപ്പെട്ട ആളെ കുറിച്ചൊരു ചെറിയ വിവരം കിട്ടുവാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവിനൊരു കാര്യം മനസ്സിലായി. അപ്പൊ എൻ ജ്വല്ലറിയുടെ പിന്നില് അയാളാണ്. പക്ഷെ അയാൾ എന്താ ഏതാ ഈ പറയുന്ന അബിയുടെ അച്ഛനാന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അയാളുടെ പേര് നാഗേന്ദ്രനാണ്. അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് നന്ദുവിന് കിട്ടിയത്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ നന്ദു തീരുമാനിക്കുകയാണ്. അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഒരു പക്ഷെ അയാൾക്കും ഈ മൂർത്തി ജ്വല്ലറിക്കും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം അയാൾ ഏന ജ്വല്ലറിയുടെ ആരാന്നുള്ള വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊക്കെ നന്ദു മനസ്സ് വിചാരിച്ചിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോരുന്നത്. പക്ഷെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് നന്ദുവിനെ അപകടപ്പെടുത്താനായിട്ട് നാഗേന്ദ്രൻ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നന്ദുവിനെ ആക്രമിക്കാൻ വന്നാലും നന്ദു അവിടെ നിന്നൊക്കെ രക്ഷപ്പെടും. കാരണം അത്ര പെട്ടെന്നൊന്നും നന്ദുവിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു 4-5 പേര് ഒരുമിച്ച് വന്നാലും നന്ദു അവരെല്ലാം അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുന്നവരാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ആരുടെ ആക്രമണത്തിന് വിട്ടുകൊടുക്കുന്നതല്ല നന്ദു. എന്നാലും നന്ദു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം നയനയും മുത്തശ്ശനും എല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ടാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരില് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പൊ നയനിക്ക് മുത്തശ്ശനോട് പഴയ പോലുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്നും ആദർശിന് അറിയത്തുണ്ടായിരുന്നില്ല.
മുമ്പ് നയന മുത്തശ്ശനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ മുത്തശ്ശന് സ്നേഹമില്ല എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ നയന പറയാറ് പോലും ഇല്ല. അതില് ആദർശന് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും അധികം വൈകാതെ എൻ ജ്വല്ലറിക്കാരുടെ സത്യങ്ങളെല്ലാം, എൻ ജ്വല്ലറിക്കാരുടെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു നവ്യയാണ് തന്നെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.